ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ MP. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ജയിലെത്തി സ്വീകരിച്ചത് ഇതിനെ സാധൂകരിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും നികുതി ഭീകരതയും കേരള സർക്കാരിന്റെ ഭരണ തകർച്ചയും ആരോപിച്ച് RSP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നിയമവാഴ്ചയുടെ സ്ഥാനത്ത് പാർട്ടി വാഴ്ചയാണ് നടക്കുന്നതെന്ന് NK പ്രേമേന്ദ്രൻ പറഞ്ഞു. PV അൻവറിന്റെ അറസ്റ്റിലേക്ക് എത്തിച്ചത് അദ്ദേഹം പാർട്ടിക്കൊപ്പം നിന്നില്ലെന്ന ഒറ്റ കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ ഹൈക്കോടതി, ഞാൻ വിധി കണ്ടില്ല, ഹൈക്കോടതി തള്ളാനിടയായിട്ടുള്ള സാഹചര്യം പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാകാം. ആ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായും CBI അന്വേഷണത്തിന് നിയോഗിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട്. നമുക്കറിയാം, പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ കാര്യത്തിലും ആദ്യഘട്ടത്തിൽ CBI അന്വേഷണം അനുവദിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട കോടതി. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ ഇനിയും കോടതിക്ക് അവകാശമുണ്ട്. സ്വാഭാവികമായും പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ആ അന്വേഷണത്തിന്റെ പുരോഗതി മനസ്സിലാക്കിയതിന് ശേഷം പിന്നീടാകാം CBIക്ക് വിടുന്നത്. അതുകൊണ്ട് അത് ഈ കേസിൽ ഒരിക്കലും നെഗറ്റീവായി വരുന്നില്ല. പോലീസ് അന്വേഷണം തൃപ്തികരമാണോ എന്നുള്ളത് തീർച്ചയായും കോടതി പരിശോധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലും പല കേസുകളിലും CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ കേസുകൾ പോലും പിന്നീട് CBI അന്വേഷണത്തിന് വിട്ടിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതും അതിൽ നിന്ന് വ്യത്യസ്തമാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും നികുതി ഭീകരതയും കേരള സർക്കാരിന്റെ ഭരണതകർച്ചയും ആരോപിച്ചാണ് RSP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ അധ്യക്ഷനായി. RSP കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്തി, ജില്ലാ സെക്രട്ടറി V മോഹനൻ, ജോൺസൺ P തോമസ്, P വിജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.